ബുള്ളറ്റിനെ ഇന്നും സ്നേഹിക്കുന്ന, ഇന്നും താലോലിച്ച് കൊണ്ട് നടക്കുന്ന ഒരു മനോജ് ഭായിട്ടോ. അപ്പോൾ എങ്ങനെ റോയൽ എൻഫീൽഡ് ഇവിടെ കിട്ടി? അതാണ് മനോജ് ഭായി പറയാനുള്ളത്. എങ്ങനെ റോയൽ എൻഫീൽഡ് വാങ്ങാൻ കാരണം? അമേരിക്കയിൽ ആരെങ്കിലും അങ്ങനെ വാങ്ങാറുണ്ടോ? ചുരുക്കമാണ്. ഒരു വെറൈറ്റി ആട്ടെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. ഇവിടെ കൂടുതലും അമേരിക്കൻ വണ്ടീസ്, ഹാർലി ഡേവിഡ്സും ഒക്കെയാണ്. അന്നേരം ഒരു വെറൈറ്റി ആട്ട്, നമ്മൾ നാടിനെ സ്നേഹിക്കുന്ന ഒരു മലയാളിയാണ്. അന്നേരം നാടൻ ബൈക്ക് തന്നെ വരട്ടെന്ന് വിചാരിച്ച് വാങ്ങിച്ചു. ഒരു ക്രേസ് ഉണ്ട്, ആ ഒരു ലുക്കുണ്ട്. പുതിയ മോഡലാണ് മീറ്റിയോർ 350. 650 ഉണ്ട്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് 350 ഉള്ളായിരുന്നു. ഇപ്പം 650 വന്നിട്ടുണ്ട്. വലിയ വില എന്ന് പറഞ്ഞാൽ $10,000 ഡോളർ വരും. $10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ 10 ലക്ഷം രൂപയോളായി. ഓൾമോസ്റ്റ് ക്ലോസ് ടു. അത്രയും വില ഉണ്ടല്ലേ? വരും. ടാക്സ് ഉൾപ്പെടെ. സർവീസ് ഒക്കെ എങ്ങനെയാണ്? എവരി ഇയർ ഉണ്ട് സർവീസ് ഉണ്ട്. എല്ലാം ഓക്കെ. ഇത് ഇടയ്ക്ക് പോകാറുണ്ട് ഫ്രണ്ട്സുമായിട്ട്. ഉള്ളൂ, എൻ്റെ മാത്രമേ ഉള്ളൂ. ബാക്കി എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു സ്മൂത്ത് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ നാടിനെ സ്നേഹിക്കുന്ന പോലെ ബുള്ളറ്റിനെ സ്നേഹിക്കുന്നു. അത് തന്നെ. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആവുമ്പോൾ അങ്ങനെ പോകാറുണ്ടല്ലേ? അത് തന്നെ. ഇതിപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ? യൂസ് ചെയ്യാറുണ്ട്, പറ്റും. ലൈസൻസ് ഉള്ളവർക്കാണെങ്കിൽ. ബൈക്ക് ലൈസൻസ് വേറെയാണ്. അല്ലാതെ ഇതല്ല ഈ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല. അതിന് കുറച്ച് റിസ്ക് ഉണ്ടോ? ടെസ്റ്റിംഗ് ഉണ്ട്. ഈ ചൂടത്ത് കഷ്ടപ്പെട്ടാണ് എടുത്തത്. ലൈസൻസ് ഓൾറെഡി ഓടിക്കാൻ അറിയാവുന്നത് കൊണ്ട് എളുപ്പമായിരുന്നു. ഉണ്ട്. പിന്നെ ലൈസൻസ് ഉണ്ടെങ്കിലേ ഓടിക്കാൻ പറ്റൂ. ഇൻഷുറൻസ് എടുക്കണമല്ലോ. ഇല്ല, ആദ്യം വണ്ടിയെ ഇഷ്ടപ്പെട്ടു. വണ്ടി വാങ്ങിച്ചതിന് ശേഷമാണ് ലൈസൻസ് എടുക്കുന്നത്. ഈ വണ്ടിയും കൊണ്ട് പോയാണ് ലൈസൻസ് എടുത്തത്. ഇതേ വണ്ടി തന്നെ. ഒരു ദിവസം വണ്ടി പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, വിളിച്ചു, പോയി പിറ്റേ ദിവസം പോയി വണ്ടി എടുത്തു. ലൈസൻസ് പോലും ഇല്ല. ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പോയി വണ്ടി എടുത്തു. പിന്നെ പിറ്റേ ആഴ്ച അപ്ലൈ ചെയ്തു. 1 മാസം 1.5 മാസം എടുത്തു ലൈസൻസ് കിട്ടാൻ. ലൈസൻസ് എടുത്തു. അങ്ങനെ ഓടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഓടിച്ചിട്ടുണ്ട്. ഉണ്ട്. ക്ലാസിക് എടുത്ത ഒരാളെ എനിക്കറിയാം. ഇവിടെ അല്ല, ഫോർട്ട് വർത്ത് ഏറിയയിൽ ഒരാൾ. മാവേലിക്കര, തിരുവല്ല. മലയാളിയാണ്. അമേരിക്കൻസ് ഒക്കെ എടുക്കുന്നുണ്ട് ഫോർട്ട് വർത്ത് ഏറിയയിലൊക്കെ. ഞാൻ ഈ ഡീലർഷിപ്പിൽ ചെന്നപ്പം അമേരിക്കൻസ് ഒക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. മുമ്പ് തൊട്ടേ ഉണ്ട്. ഫോർട്ട് വർത്തിലെ മുമ്പ് തൊട്ടേ ഉണ്ട്. വർഷങ്ങളായിട്ടുണ്ട്. ഇത് ചെന്നൈയിൽ നിന്ന് വരുന്ന, മദ്രാസ്. പക്ഷേ ഇത് സ്പെഷ്യൽ, എനിക്കൊരു ഇതിൻ്റെ എന്തൊക്കെ നാട്ടിലത് അല്ലാതെ തോന്നുന്നുണ്ട്. കുറേ ഫിറ്റിങ്സ് ഒക്കെ ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി എന്നുള്ള അങ്ങനെ എന്തോ ഉണ്ടോ? ആണെന്ന് തോന്നുന്നു. കാരണം മെറ്റിയോർ ഞാൻ ഈ രീതിയിലല്ല അവിടെ കണ്ടത്. എനിക്ക് എന്തോ ഒരു വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നു. പക്ഷെ അറിയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇത് ഇവിടെ ആയിട്ട് അമേരിക്കയിലായിട്ടാണോ ഭംഗി കൂടിയതെന്ന് അറിയാൻ പറ്റില്ല. US എൻഫീൽഡാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ബുള്ളറ്റ് നമ്മളെ ബുള്ളറ്റിനെക്കാട്ടി അടിപൊളി ബുള്ളറ്റ് ആട്ടോ.